ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇപ്പോൾ പിക്ചറിൽ കണ്ട പോലെ തന്നെ വയലൻ ബുക്ക് സ്റ്റാൻഡിന് പറ്റിയ ഒരു ബാഗാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 23 ഇഞ്ച് നീളവും അതുപോലെ 10 ഇഞ്ച് വീതിയിലുള്ള 3 മെറ്റീരിയലാണ് ആവശ്യം. ആദ്യം മെയിൻ ക്ലോത്ത്, പിന്നെ ലൈനിങ് മെറ്റീരിയൽ, അതുപോലെ ക്യാൻവാസ് നല്ല തിക്കായിട്ടുള്ള ഷർട്ടിനൊക്കെ കോളറിന് വയ്ക്കുമല്ലോ, അതുപോലത്തെ ക്യാൻവാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് ബാഗ് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഈ 3 മെറ്റീരിയലും അതിൻ്റെ കൂടെ തന്നെ 23 ഇഞ്ച് നീളത്തിലുള്ള സിബുമാണ് ആവശ്യം. എന്നിട്ട് നമുക്ക് ഈ രീതിയിൽ വെച്ചിട്ട്, അതായത് ഇതിൻ്റെ അടിവശത്ത് ചീത്ത വശത്ത് വെച്ചിട്ട് ആദ്യം മെയിൻ ക്ലോത്ത്, പിന്നെ ലൈനിങ് ക്ലോത്ത്, പിന്നെ ക്യാൻവാസ് അങ്ങനെ വെച്ചിട്ട് 2 സൈഡിലും 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 2 സൈഡിലും 1/4 ഇഞ്ച് സീം അലവൻസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തുണീനെ മെയിൻ ക്ലോത്ത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് അതിൻ്റെ അകത്തൂടെ കൈയിട്ടിട്ട് ലൈനിങ് മെറ്റീരിയലിൻ്റെ മുകളിലൂടെ കൈ വെച്ചിട്ട് നമ്മൾ ഇതിനെ റിവേഴ്സ് സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സ്റ്റിഫായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ക്യാൻവാസ് ആയത് കാരണം നമുക്ക് നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലൈനിങ് മെറ്റീരിയൽ തന്നെ ആവണം ഇങ്ങനെ വരുന്നത്. ഏറ്റവും അടിവശത്ത് ലൈനിങ്, പിന്നെ നടുവിലായിട്ട് ക്യാൻവാസ്, പിന്നെ ബാക്കിൽ അതായത് മെയിൻ ക്ലോത്താണ് വരേണ്ടത്. ഈ രീതിയിൽ കിട്ടിയതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്ത് കൊടുക്കായിരിക്കും ഏറ്റവും നല്ലത്, കാരണം നന്നായിട്ട് അപ്പോൾ ക്ലോത്ത് അതിൽ പേസ്റ്റ് ആവും. ആ ക്ലോത്ത് ക്യാൻവാസിൽ പേസ്റ്റ് ആവും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് ശേഷം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി വെച്ച് നോക്കുക, കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിബിൽ നിന്ന് റണ്ണർ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സിബിനെ 2 പാർട്ടായിട്ട് മാറ്റുക. ഈ രീതിയിൽ ഇങ്ങനെ 2 പാർട്ടായിട്ട് മാറ്റിയതിന് ശേഷം 2 സൈഡിലും നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന മെറ്റീരിയലിൽ 2 സൈഡിലും ഇങ്ങനെ ഈ രീതിയിൽ വരുന്ന പോലെ ഈ സിബിൻ്റെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ 2 സൈഡിലും വെച്ചിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 സൈഡിലും സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റണ്ണർ എടുത്തിട്ട് ഒരു സൈഡിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുൻപ് ഈ ബാഗ് ഇങ്ങനെ മടക്കിയതിന് ശേഷം, ഈ ക്ലോത്ത് ഇങ്ങനെ മടക്കിയതിന് ശേഷം മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാം. മിഡിൽ പോയിൻറ്റിൽ 2 സൈഡിലും 2 അറ്റത്തും, അതായത് 10 ഇഞ്ച് വീതി എന്ന് പറഞ്ഞല്ലോ, ആ 2 സൈഡിലും മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ റണ്ണർ അകത്തൂടെ കയറ്റി കൊടുക്കണം. സിബ് ഇങ്ങനെ മടക്കിയതിന് ശേഷം ബാഗ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം 2 സിബും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം അതിൻ്റെ റണ്ണർ പതുക്കെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. റണ്ണർ ഇടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് റണ്ണർ സിബിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ കുറച്ച് വലിയ സിബാവുമ്പോൾ നമുക്ക് റണ്ണർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്, അധികം കഷ്ടമില്ലാത്ത പണിയാണ്. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. 1-2 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റും. ജസ്റ്റ് 2ഉം ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് അതിനെ ഈ റണ്ണർ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ അത് വരും. ഈ രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ റണ്ണർ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം റണ്ണർ ഇട്ടിട്ട് കറക്റ്റായിട്ട് 2 സൈഡും ഒരുമിച്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നമുക്ക് അത്
ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തല്ലോ, അവിടെ വെച്ചിട്ട് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടാണ് ബാഗ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിക്കാം. അകത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതായത് ചീത്ത വശത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. പക്ഷേ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സാരിക്കൊക്കെ ഞൊറി എടുക്കുന്ന രീതിയിലാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ ബാഗിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തിരിക്കണ സമയത്ത് റണ്ണർ ഇളകി പോവാതെ ഒന്ന് നോക്കണം, അല്ലെങ്കിൽ റണ്ണർ വീണ്ടും ഇളകി പുറത്തേക്ക് വരും. സോ അപ്പോൾ അതൊന്ന് കൈ ഒന്ന് വെച്ചതിന് ശേഷം പതുക്കെ വേണം നമുക്ക് ഈ തുണീനെ തിരിച്ചിടാനായിട്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ ഫോൾഡിങ്, ഇപ്പം ഞാൻ കാണിച്ചല്ലോ ഫോൾഡിങ്, ആ ഫോൾഡിങ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പിന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആവുമ്പം അത് ഇളകി പോവില്ല. അപ്പം ഞാൻ പിന്ന് വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇളകി പോവാത്ത രീതിയിൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് ഈ സിബിൻ്റെ പോർഷനും അതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ള പോർഷനും രണ്ടും ഒന്നിന് മുകളിലായിട്ട് നിൽക്കണം. അതിനുശേഷം നമ്മൾ സാരിക്കൊക്കെ ഞൊറി എടുക്കുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഓക്കെ, 2 സൈഡിലും അങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിബിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മൾ മിഡിൽ പോർഷൻ മാർക്ക് ചെയ്ത ഭാഗവും സെയിം ആയിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലോട്ട് നീങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ മിഡിൽ പോർഷൻ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുത്താൽ അത് ഇളകിപ്പോവില്ല. അപ്പോൾ നമ്മൾ 2 സൈഡും ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ബാഗിനെ തിരിച്ച് റിവേഴ്സാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് ബാഗ് ഉണ്ടാവുക. ഇതിൽ നിന്നിട്ട് നമുക്കൊരു വള്ളി വെച്ച് കൊടുക്കാം. അതായത് 2 സൈഡിലുമായിട്ട് വള്ളി വേണമെങ്കിൽ വെക്കാം ഈ രീതിയിൽ, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു വള്ളിയായിട്ട് വയ്ക്കാം. അതെങ്ങനെയാണോ നമ്മളുടെ ചോയ്സ് അതിനനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പം 2 സൈഡിലും വള്ളിയും അതുപോലെ ഹാൻഡിൽ പോലെ അങ്ങനെ വലുതായിട്ടല്ല, 2 സൈഡിൽ കയ്യിൽ പിടിക്കുന്ന ഹാൻഡിൽ പോലെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ലാണ്ട് പിന്നെ വേറൊരു കുറച്ച് നീളം കൂടിയ ഒരു വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചുമരിലൊക്കെ ഹാങ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.